ഹലോ ഡിയേഴ്സ്, ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റും യമ്മിയും ജ്യൂസിയുമായിട്ടുള്ള ഒരു സ്നാക്കാണിത്. കുട്ടികളിത് എത്ര കഴിച്ചാലും അവർക്ക് മതിയാകില്ല. ഇത് നമ്മളുടെ കൈകളിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് ചീസും കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കണ്ടാൽ കൊതി തോന്നുന്ന ഈ സ്നാക്ക് വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചീസും സോസും ഫ്രിഡ്ജിലില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മാവുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നേരിയ ചൂടുള്ള പാല് 1/2 കപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒഴുകാത്ത രൂപത്തിൽ കുറച്ച് കട്ടിയിലാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. ഒന്ന് പാലുമായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി കൊടുത്ത് കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി വേണ്ടത് 4 സ്ലൈസ് ബ്രെഡാണ്. ഇതിൻ്റെ അരികൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അരികെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഓരോ പീസും 4 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതേ അളവിലുണ്ടാക്കിയാൽ നമുക്ക് 4 പേർക്ക് കഴിക്കാൻ പാകത്തിലുള്ള ഒരു പിസ്സ പോലത്തെ ഒരു സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വേണ്ടത് 3 കോഴിമുട്ടയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/4 കപ്പ് പാല് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കോറിയാണ്ടർ ലീവ്സും കൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പൊങ്ങാൻ വെച്ചിരുന്ന ബാറ്റർ ഏകദേശം പൊങ്ങിയിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് പൊങ്ങേണ്ട ആവശ്യമില്ല. ഏകദേശം ഒന്ന് പൊങ്ങി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നല്ല പാകത്തിൽ നമുക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തടവി കൂടുതലുള്ള ഓയിലെല്ലാം ഒപ്പിയെടുക്കുക. മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് പരത്തി കൊടുക്കുക. മാവ് ഒന്ന് നല്ലതുപോലെ പാൻ്റെ എല്ലാ ഭാഗത്തും പരത്തിയെടുക്കുക. ആവശ്യത്തിന് വട്ടത്തിന് മാത്രം പരത്തിയെടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് ഓർമ്മ വേണം. ഓർക്കാതെ അത് ഓണാക്കി വെച്ചാൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് ബ്രെഡ് പീസസ് ഓരോന്നും മുട്ടയുടെ ബാറ്ററിൽ മുക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് 2-3 ലെയറായിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ആദ്യം ഒരു ലെയർ നമുക്ക് ബ്രെഡ് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഗ്രേറ്റ് ചെയ്ത ചീസാണ്. ഞാൻ 100 ഗ്രാം ചീസാണ് എടുത്തിരിക്കുന്നത്. അത് ആദ്യം കുറച്ച് ഇതിൻ്റെ ആദ്യത്തെ ലെയറിൽ ഇട്ട് കൊടുക്കാം. ഇനി വളരെ കുറച്ച് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം.
കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് തൂവി കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ലെയർ റെഡിയാക്കാം. ഇതുപോലെ തന്നെ ബ്രെഡ് പീസസ് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്കും കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്താൽ മതിയാകും കേട്ടോ. ആവശ്യമുള്ള സോസ് ഒഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഈ 4 പീസ് കൊണ്ട് 3 ലെയറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ബ്രെഡ് എടുത്താൽ നമുക്ക് കൂടുതൽ ലെയറിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബ്രെഡ് പീസ് എല്ലാം മുട്ടയിൽ മുക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ള മുട്ടയുടെ ബാറ്റർ നമുക്ക് കുറേശ്ശെ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ബാക്കിയുള്ള ചീസും കൂടി വെച്ച് കൊടുക്കാം. ഏറ്റവും ടോപ്പിൽ കുറച്ച് കൂടുതൽ ചീസ് വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ചുകൂടി ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ടൊമാറ്റോ കെച്ചപ്പ് വേണ്ടവർക്ക് അതുപോലെ ഒഴിക്കാട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. നിങ്ങളുടെ സ്റ്റൗവിന് തീ കൂടുതലാണെങ്കിൽ ഒരു ദോശത്തവ ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് വെച്ചാൽ മതിയാകും. എന്നിട്ട് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് മുതൽ 12 മിനിറ്റ് വരെ വേവിക്കുക. ടോപ്പിലെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആകുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കാം. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ കുരുമുളക് പൊടി തൂവി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് പാനിൽ നിന്ന് ഇളക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാം. രാവിലെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. വളരെ യമ്മിയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കൊണ്ട് വളരെ സോഫ്റ്റാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇത് ശരിക്കും ഒരു ഡെസേർട്ട് പോലെയാണ് ഇരിക്കുന്നത്. മധുരമില്ലാത്ത ഡെസേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഹെൽത്തിയാണ്. രാവിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.